ഈ സാധാരണ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആളുകൾ കയറ്റത്തില്ലായിരുന്നു, തള്ളിയിടുമായിരുന്നു ബസ്സിൽ നിന്നൊക്കെ. മണക്കുന്നു, മീനും കൊണ്ട് കയറുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ സീറ്റയിലിരിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് എപ്പോഴും പ്രശ്നമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിന്നപ്പോഴത്തേക്ക് കൊച്ചേച്ചി തന്നെ പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് നിൽക്കാമെങ്കിൽ നമുക്കൊരു പെറ്റീഷനായിട്ട് കൊടുക്കാം. മെമ്മോറാണ്ടം എഴുതി ഈ 1 മാസത്തിനകം, അല്ല ഒരാഴ്ച ഡേറ്റ് വെച്ചാൽ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ ടൈമിന് അനുസരിച്ച് ഈ ബോട്ട് മേടിച്ചതിൻ്റെ കണക്കും, എവിടുന്നാണ് മേടിച്ചത്, എത്ര രൂപയുടെയാണ്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അച്ഛൻ നിരാഹാരം തുടങ്ങുമെന്ന് അനൗൺസ് ചെയ്തു. ഈ ചന്തയുടെ മീൻ വിൽക്കുന്നിടത്ത് കടപ്പിരിവുണ്ട്. അപ്പം മീനും കൊണ്ട് കയറുന്ന ആൾക്കാർ, സ്ത്രീകൾ ഇത് കൊടുക്കണം. പിന്നെ രസീതല്ല, പൈസ കൊടുത്താലേ ഉള്ളൂ. പൈസ കൊടുത്താൽ അവരോട് കടപ്പിരിവെന്ന് പറയും. അവർ പറയുന്ന കടപ്പിരിവെന്ന് നമ്മളിങ്ങനെ കടയ്ക്കകത്ത് കയറണം. ഞാൻ അവരിൽ നിന്ന് പൈസ മേടിക്കും, ഇവരോട് പൈസ മേടിക്കും. അത് കഴിച്ച് ഇവരുടെ കൊട്ടയിൽ നിന്നോ ചെരുവത്തിൽ നിന്നൊക്കെ ഏറ്റവും വലിയ മീനും അങ്ങ് എടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സ്ത്രീ കരശം വന്നു ചോദിച്ചപ്പോൾ അവിടെ ഇട്ട് തല്ലി. നമ്മളൊന്ന് ഓടി എത്തത്തുമല്ല, പാഞ്ഞ് ഓടി ചെന്നായിട്ട് കയറുക. കയറി കഴിഞ്ഞാൽ അത് അവരിവിടെ വരവും ഈ പങ്കായവും തുഴവും എല്ലാം കൊണ്ടില്ലൊക്കെ ലേലത്തിന് വന്നവരെല്ലാം എടുത്ത് ഓടി. പഞ്ചായത്തിലുണ്ടായിരുന്ന ഓഫീസേഴ്സ് ഓടി, ഒറ്റ മനുഷ്യരെ ഓടിക്കില്ല. പിള്ളേരുടെ മീറ്റിങ്ങൊക്കെ കൂടണമല്ലോ. അപ്പോൾ അമ്മമാരെ വിളിച്ചു കൂട്ടി, അമ്മമാരാണ് വരുന്നത്. അപ്പന്മാർ സാധാരണ കടലിൽ പോകുന്നതുകൊണ്ട് വരാറില്ല. അവർക്കിങ്ങനെ പിള്ളേരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനേ പറ്റത്തില്ല. അമ്മമാരാണ് മീറ്റിങ്ങുകൾക്കൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ മഹിളാ സമാജം തുടങ്ങി. അതിൽ കൂടെയാണ് മഹിളാ സമാജം തുടങ്ങി. പിള്ളേരുടെ നേഴ്സറിയിൽ അമ്മമാരെ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് മഹിളാ സമാജമായി. പിന്നെ സ്ത്രീകളുടെ എംപവർമെൻറ്റിലേക്കുള്ള ശ്രദ്ധ തിരിച്ചു, സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ളത്. അപ്പോൾ അവിടെയാണ് മേഴ്സിയും ഞങ്ങളൊക്കെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. മേഴ്സി അലക്സാണ്ടർ അത് കൂടുതൽ ചരിത്രങ്ങൾ പറയും ഇതിനെപ്പറ്റി, സ്ത്രീകളുടെ ശാക്തീകരണം. സ്ത്രീകളുടെ ആദ്യമായിട്ട് തുടങ്ങിയത് ചന്തയിൽ പോകുന്ന സ്ത്രീകൾക്ക് ബസ് വേണമെന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഈ സാധാരണ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആളുകൾ കയറ്റത്തില്ലായിരുന്നു, തള്ളിയിടുമായിരുന്നു ബസ്സിൽ നിന്നൊക്കെ. മണക്കുന്നു, മീനും കൊണ്ട് കയറുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ സീറ്റയിലിരിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് എപ്പോഴും പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് പേര്, ഞാനുൾപ്പെടെ, ഈ ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, പേഴ്സിയും കുറേ പേരെടുത്ത് ഞങ്ങളൊരു തെരുവ് നാടകം, ബസ്സേ സ്ത്രീകൾ വരുന്നതും കൊട്ടയം കൊണ്ടുവരുന്നതും അവരെ തള്ളിയിടുന്നതും അവർ സഫർ ചെയ്യുന്നതും കഴിഞ്ഞ് അവർ മീറ്റിംഗ് കൂടുന്നതും അവരെ പ്രൊട്ടസ്റ്റ് നടത്തുന്നതൊക്കെ ആയിട്ടൊക്കെയുള്ള തെരുവ് നാടകത്തിലൂടെ കോൺസെൻട്രേഷൻ പ്രോസസ്സിലേക്ക് പോയി. അങ്ങനെയായി ഗവൺമെൻറ്റിൽ ധർണയ്ക്കും ഇതിനൊക്കെ പോയി. പക്ഷേ അങ്ങനെ ധർണയ്ക്ക് പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇവർക്ക് ഒന്നിച്ചു വരാനുള്ള ഒരു ഇത് കിട്ടിയത് കൊച്ചേരിച്ചിലൊക്കെ ഉള്ളപ്പം തന്നെ ഇവിടെ ARC പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി അഞ്ചിതെങ്കിലുണ്ടായിരുന്നു. അവിടെ ഒരു 78 ഇവിടെ നിന്ന് പോയല്ലോ, ഒരു 78 മാറിയതിന് മുമ്പായിട്ട് തന്നെ ആ പദ്ധതിയുടെ പ്രകാരം, നോർവീജിയൻ പദ്ധതിയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രകാരം ഒരു 60 മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ട് കൊടുത്തു. ബോട്ടെന്ന് പറഞ്ഞാൽ യമഹ വെച്ചുള്ള ബോട്ടുകളൊക്കെ. അപ്പോൾ അത് കൊടുത്ത് അവർ കുറേശ്ശെ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ 60 മെഷീനും കേടായി. ഒറ്റയടിക്ക് ഇങ്ങനെ കേസായപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ കൂടെ അച്ഛൻ്റെ അടുത്ത് വന്നേച്ചും പറഞ്ഞു, ചെയ്ത് പ്രശ്നമെങ്കിലാണ് ഞങ്ങളുടെ ജപ്തി ചെയ്യാൻ വരും, വീട് കണ്ടു കിട്ടുമെന്നൊക്കെ ഗവൺമെൻറ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നിരിക്കും. എന്നാ ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തില്ലെന്നോ. നമുക്ക് ഇതുണ്ടാക്കാവുന്നതുകൊണ്ട് പുള്ളിക്കാരനൊരു നോട്ടീസ് അച്ചടിപ്പിച്ച് എല്ലായിടത്തും, തുമ്പ മുതൽ അങ്ങ് വരെ, തുമ്പ വരെയുള്ള ആൾക്കുണ്ടായിരുന്നു, കായിക്കര വരെയൊക്കെയുള്ള ഈ ബോട്ട് കിട്ടിയ എല്ലാവരും ഓടി വന്നു. പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് പള്ളി വന്നു. ഞങ്ങളിവിടെ ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പ്രോസസ്സൊക്കെ കാണുമായിരുന്നു. പഠിക്കുന്ന സമയമാണല്ലോ, എനിക്കിപ്പം വലിയ പരിചയമൊന്നുമില്ല ഇതിനെപ്പറ്റിയൊന്നും.
സ്കൂളിൽ പഠിപ്പിച്ചാലേ സ്കൂളിലെ ട്രെയിനിങ് അല്ലേ ഉള്ളൂ. അപ്പം ഇത് കണ്ട് ഇവരുടെ ചർച്ചയെല്ലാം കണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ സംസാരിക്കാൻ തുടങ്ങി വളരെ സ്ട്രോങ് ആണ്, വലിയ സ്വരവും ബഹളവും എല്ലാം ഉണ്ടാക്കും. പക്ഷെ അവർ കാര്യമായിട്ടിങ്ങനെ അപ്പോൾ അത് ആ കൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ജോയിച്ചൻ ആൻ്റണി എന്ന് പറയും, തുമ്പയിൽ. പുള്ളി വളരെ സ്മാർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊരു കമ്മിറ്റി രൂപീകരിക്കാം. അപ്പോൾ എല്ലാവരും കൂടി ജോയിച്ചിനെ പ്രസിഡൻ്റാക്കി, ജോയിച്ചൻ ആൻ്റണീനെ പ്രസിഡൻ്റാക്കി. അത് കഴിഞ്ഞേച്ചും അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നപ്പോഴത്തേക്ക് കൊച്ചിരേച്ചൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് നിൽക്കാമെങ്കിൽ നമുക്കൊരു പെറ്റീഷനായിട്ട് കൊടുക്കാം. മെമ്മോറാണ്ടം എഴുതി ഈ 1 മാസത്തിനകം, അല്ല ഒരാഴ്ച, ഡേറ്റ് വെച്ചായിരുന്നു, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ ടൈമിന് അനുസരിച്ച് ഈ ബോട്ട് മേടിച്ചതിൻ്റെ കണക്കും, എവിടുന്നാണ് മേടിച്ചത്, എത്ര രൂപയുടെയാണ്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അച്ഛൻ നിരാഹാരം തുടങ്ങുമെന്ന് അനൗൺസ് ചെയ്തു. അത് കേട്ട ഉടനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്ന് ഒന്നും തിരിച്ചടയ്ക്കേണ്ട. അത് സെക്കൻഡ് ഹാൻഡ് ഏതാണ്ട് അവർ തിരിമറി കാണിച്ചത് ഉദ്യോഗസ്ഥന്മാർ. ഫിഷറീസിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടണം, എവിടുന്നാണ് മേടിച്ചത്, എത്ര രൂപ കൊടുത്ത്, എത്ര മുടക്കി, എവിടുന്ന് കംപ്ലീറ്റ് കിട്ടണം. പക്ഷെ അങ്ങനൊരു സംഭവം ഇല്ല. അതുകൊണ്ട് അവർ അച്ഛൻ നിരാഹാരം കിടക്കുമെന്ന് കേട്ടപ്പോഴത്തേക്ക് അപ്പം മനുഷ്യർക്ക് മനസ്സിലായ ഇങ്ങനെയുണ്ടോ സംഭവം, ഇങ്ങനെ ഒന്നിച്ച് നിന്നാൽ കാര്യം എടുക്കുന്നുള്ളത്. അതങ്ങനെയാണ് അഞ്ചുതെങ്ങ് ബോട്ട് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ് ഇവിടെ ആദ്യം തുടങ്ങുന്നത്. അഞ്ചുതെങ്ങ് ബോട്ട് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ അങ്ങനെ യൂണിയൻ തുടങ്ങി. അത് പിന്നെ ചിറയൻകീഴ് താലൂക്ക് യൂണിയനായിട്ട് മാറി. മത്സ്യത്തൊഴിലാളി യൂണിയൻ ചിറയൻകീഴ് താലൂക്ക് എന്ന് പറഞ്ഞാൽ പെരുമാത്ര ഉൾപ്പെടെയാണ്. പെരുമാത്ര, താഴമ്പള്ളി, പൂത്തറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി, പിന്നെ ഇതിലുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം അംഗങ്ങളാക്കിക്കൊണ്ട് ചിറയൻകീഴ് താലൂക്ക് യൂണിയൻ എന്നുള്ള രീതിയിൽ ഇവിടെ തുടങ്ങി. അതേസമയം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും 4 സ്ഥലത്തായിട്ടും യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ചെയ്താണ് അഞ്ചുതെങ്ങിലെ പൂത്തറയിലെ ഒരു സ്ത്രീ ചന്തയിൽ മീൻ വിൽക്കാൻ പോയപ്പം കടയിൽ നിന്ന് ഈ ചന്തയുടെ മീൻ വിൽക്കുന്നിടത്ത് കടപ്പിരിവുണ്ട്. അപ്പം മീനും കൊണ്ട് കയറുന്ന ആൾക്കാർ സ്ത്രീകൾ ഇത് കൊടുക്കണം, പിന്നെ രസീതല്ല, പൈസ കൊടുത്താലേ ഉള്ളൂ. പൈസ കൊടുത്താൽ അവരോട് കടപ്പിരിവെന്ന് പറയും. അവർ പറയുന്ന കടപ്പിരിവെന്ന് നമ്മളിങ്ങനെ കടയ്ക്കകത്ത് കയറണം. അങ്ങനെ അവർ നിന്ന് പൈസ മേടിക്കും, ഇവരോട് പൈസ മേടിക്കും. അത് കഴിച്ച് ഇവരുടെ കൊട്ടയിൽ നിന്നോ ചെരുവത്തിൽ നിന്നൊക്കെ ഏറ്റവും വലിയ മീനും അങ്ങ് എടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സ്ത്രീ കരച്ചു വന്നു, ചോദിച്ചപ്പോൾ അവിടെ ഇട്ട് തല്ലി. അപ്പോൾ ആ സ്ത്രീ കരഞ്ഞു പോയി ഓടി ഇവിടെ വന്നു, പൂത്തറ വന്നു. അപ്പോൾ അച്ഛനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി. ജനം മുഴുവനും കൂടെ കൂടി അവരെ അടിച്ചെന്ന് പറഞ്ഞാൽ ഈച്ച കൂടുന്നതൊക്കെ മത്സ്യത്തൊഴിലാളികൾ അവരെ താരങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഓടി ഇങ്ങനെ വന്ന് കൂടി പള്ളിമേടെ തന്നെയാണ്. അന്നേരം അച്ഛന്മാരിങ്ങനെ സഹകരിക്കുന്നതുകൊണ്ട് എല്ലാവരും പ്രശ്നമെല്ലാം അവിടത്തേക്കല്ലേ ഓടി വരുന്നത്. അപ്പം ഞങ്ങളെല്ലാം ചെന്നു. ഞങ്ങളും അടുത്ത് തന്നെയാണല്ലോ താമസിച്ചത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആദ്യം പറഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച, ഇതൊരു കുറച്ച് ദിവസം ആഴ്ചയല്ല, പിറ്റേ തിങ്കളാഴ്ച ചിറയൻകീഴ് പഞ്ചായത്ത് ചന്ത ലേലം ചെയ്യാൻ പോവുക. അപ്പം ഇപ്പം ലേലം ചെയ്യാൻ ഒരു 80,000 അല്ല 1 ലക്ഷത്തിന് ലേലം പിടിക്കുന്ന വലിയ മുതലാളികളുണ്ട്. അന്നത്തെ വലിയ 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയല്ലേ. അപ്പോൾ അവർ 2 ലക്ഷം 3 ലക്ഷം അവർ പിരിച്ചെടുക്കും. അവർക്ക് ഇഷ്ടമനുസരിച്ച് ഗുണ്ടകളെ നിർത്തി പിരിച്ചെടുക്കാം, കടപ്പിരിവ്. അപ്പം അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. ഇല്ല, നമുക്ക് ചില നിയമങ്ങൾ വെക്കാം. പഞ്ചായത്തിന് പൈസ വേണമല്ലോ. അപ്പം ചന്ത പഞ്ചായത്തിൻ്റെയാണ്, പിരിച്ചെടുത്തോട്ടെ. പഞ്ചായത്ത് പിരിക്കണം, ഒരു മിനിമം ചാർജ് വെക്കണം. 5-10 രൂപ തിരിച്ച് അവരെത്രയാണ് അവർക്ക് വേണ്ടത് അങ്ങനനുസരിച്ച് ചെയ്ത് വെക്കണം. രസീത് കൊടുക്കണം. അല്ലാതെ ലേലം ചെയ്യുന്ന പരിപാടി ഉപേക്ഷിക്കണം. ചന്ത നേരിട്ട് ആളുകളെ നിർത്തി പിരിക്കണമെന്ന് പറഞ്ഞു. പിരിക്കാൻ വേണ്ടി അത് അതുകൊണ്ട് ചന്ത അത് പറഞ്ഞുകൊണ്ട് ചന്ത ലേലം നടക്കുന്ന ദിവസം മത്സ്യത്തൊഴിലാളികളെല്ലാം ചിറയൻകീഴ് പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ രാത്രി മുഴുവൻ എല്ലാവരും കൂടെ പോസ്റ്റർ എഴുതി കൊടികളുണ്ടാക്കി, മത്സ്യത്തൊഴിലാളികൾ നീലക്കൊടികളുണ്ടാക്കി. ഈ സമരത്തിന് വന്ന ആണുങ്ങളെല്ലാം മുണ്ട് മാത്രം എടുത്തിട്ടുള്ള നല്ല ഹെൽത്തി മനുഷ്യരല്ലേ, നല്ല ബോഡിയൊക്കെ അല്ലേ, നല്ല അവർ രണ്ട് പങ്കായവും കൈ പിടിച്ചു, തുഴവയും കൈ പിടിച്ച്, പെണ്ണുങ്ങളെല്ലാം കൂടെ ചെരുവം മുണ്ടും ബ്ലൗസും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് തോന്നുമായിരുന്നു. എല്ലാം കൂടെ മാർച്ച് ചെയ്ത് കടന്നു. അന്ന് കടത്തായിരുന്നു, പാലമില്ല. കടന്ന് ചിറയൻകീഴ് പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്തു
പഞ്ചായത്തിൻ്റെ അടുത്ത ഒരു ഓട്ടമാണ്. നമ്മളൊന്ന് ഓടി എത്തത്തുമല്ല, പാഞ്ഞ് ഓടുന്നത്, ഓടി ചെറുതായിട്ട് കയറുക. കയറി കഴിഞ്ഞാൽ അത് അവരിവിടെ വരവും ഈ പങ്കായവും തുഴവയും എല്ലാം കൊണ്ടില്ല. ലേലത്തിന് വന്നവരെല്ലാം എടുത്ത് ഓടി. പഞ്ചായത്തിലുണ്ടായിരുന്ന ഓഫീസേഴ്സ് ഓടി, ഒറ്റ മനുഷ്യരെ ഓടിയില്ല. ഞങ്ങൾ മാത്രമായി അവസാനം. ഇവരെന്നെ കാണിക്കാൻ പോകണമെന്ന് അവർക്കറിയത്തില്ല, മത്സ്യത്തൊഴിലാളി ഏതാണെന്നുള്ളൊരിതിൽ. എന്നിട്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് നിയമം പാസ്സാക്കി മേലാൽ ചന്തലേലം ചെയ്തു. ഇന്ന് വരെ ചന്തലേലം ചെയ്തിട്ടില്ല. അന്ന് തുടങ്ങിയതാണ് എല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇവിടെ അല്ല, ചന്തലേലം ഈ നിലപാട് തീർന്നു. പഞ്ചായത്തിൻ്റെ കീഴിലാക്കി ചന്ത, എല്ലാ കോമൺ ചന്തയും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരിതായി ഒന്നിച്ച് നിന്ന കാര്യങ്ങളൊക്കെ നടക്കില്ലോ എന്നൊക്കെയുള്ളൊരു ആളുകൾക്ക് ഇങ്ങനെ. അതേസമയം യൂണിയൻ്റെ കാര്യങ്ങളും വളർന്നു പോകുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. ഞങ്ങൾ മാത്രമല്ല ഈ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഈ 5 തെങ്ങ് ഏരിയ ഞങ്ങളുടെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ മരീനാട് ഗ്രൂപ്പ് PCO സെൻ്റർ എന്നും പറഞ്ഞ് തിരുവനന്തപുരത്തൊരു സെൻ്റർ ഉണ്ടായിരുന്നു. അവർ പല ഇമേഴ്സി അങ്ങനെയുള്ളൊരു ഒത്തിരി പുല്ലുവിള ആ ഏരിയയിലെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഒത്തിരി ഈ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങൾ മെഡിക്കൽ സിസ്റ്റേഴ്സാണ് 5 തെങ്ങ് ഏരിയയിൽ ഏറ്റവും ലീഡ് ചെയ്ത് പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്കെല്ലാം സപ്പോർട്ടും ഞങ്ങളോടൊപ്പം നിന്നും അവർ വേറെ ഏരിയയിൽ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് വരും എപ്പോഴും. PCOയിലാണ് ഞങ്ങൾ ട്രെയിനിങ്ങും എല്ലാം കൊടുത്തുകൊണ്ട്, ലീഡർഷിപ്പ് ട്രെയിനിങ്ങും എല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്തുകൊണ്ടാണ് വളരെ ശക്തമായിട്ട് പോയത്. 77-ലാണ് 1977 ഈ ബോട്ട് വർക്കേഴ്സ് യൂണിയൻ ഉണ്ടായത്. 78-ലാണ് ഞങ്ങൾ സമരങ്ങളൊക്കെ തുടങ്ങി വരുന്നത്. ഇവിടെ പുള്ളിക്കാരും വന്നത് അത് കഴിഞ്ഞ് 77-ൽ തുടങ്ങി. ഞാൻ ഓർക്കാൻ കാര്യം, ഇപ്പം കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പലയിടത്തും ഉണ്ടല്ലോ, ഇന്ത്യയിലൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ ഗ്രൂപ്പല്ല യൂണിയൻ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അഫിലിയേറ്റ് ചെയ്ത് കൊച്ചരിയച്ഛനാണത് ചെയ്താൽ ലീഡെടുത്തത്. പക്ഷേ കൊച്ചരിയച്ഛൻ അതിൻ്റെ എല്ലാവരെയും പോയി കണ്ടിട്ട് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം രൂപീകരിച്ചു. അത് പുള്ളിക്കാരനാണ് ചെയ്തത്. ഫസ്റ്റ് പ്രസിഡന്റ് കൊച്ചരിയച്ഛനായിരുന്നു. അപ്പം NFF എന്നാണ് പറയുന്നത്, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. പിന്നെ ഇന്ത്യയിൽ ഒന്നിച്ചായി. പിന്നെ എല്ലാ രാജ്യങ്ങളിലും പുള്ളി പോകുമായിരുന്നു, വർക്കിംഗ് ക്ലാസ്സൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും കൂടെ വേൾഡ് ഫിഷറീസ് ഫോറം ഫോം ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ലീഡർ ഇതായിരുന്നു. വേൾഡ് ഫിഷറീസ് ഫോറം വേൾഡ് ലീഡറായിരുന്നു. അപ്പോൾ അതിൽ വേറൊരു പ്രത്യേകത, ആദ്യത്തെ വേൾഡ് ഫിഷറീസിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ 1997 77 ഇവിടെ തുടങ്ങിയത്. 20 കൊല്ലം കഴിഞ്ഞപ്പം വേൾഡ് ഫിഷറീസ് ഫോറത്തിലേക്ക് ജോയിൻ ചെയ്തെന്നുള്ളതാണ്. ഈ ബോട്ട് വർക്കേഴ്സ് യൂണിയനായിട്ട് തുടങ്ങിയത് മറ്റ് വല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഞങ്ങൾ ഹിസ്റ്ററി പറയുമ്പോൾ അങ്ങനെ പറയാം. 1997 ബോട്ട് വർക്കേഴ്സ് യൂണിയൻ ഉണ്ടായി. പിന്നെ 5 തെങ്ങിൽ ഈ 5 തെങ്ങിലാണ് ഫോം ചെയ്തത്. അത് കഴിഞ്ഞ് വെച്ചു അത് ചിറയൻകീഴ് താലൂക്കിലായി. പിന്നെ തിരുവനന്തപുരം ജില്ലയുടെ ആയി. പിന്നെ കേരളത്തിലുള്ള എല്ലാ കോഴിക്കോട് മുതലുള്ള എറണാകുളം വരെയുള്ളത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ. പിന്നെ അത് അഫിലിയേറ്റ് ചെയ്തു നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തിലേക്ക്. പിന്നെ വേൾഡ് ഫിഷറീസ് ഫോറം. വേൾഡ് ഫിഷറീസ് ഫോറത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് കൊച്ചരിയച്ഛൻ്റെ ലീഡർഷിപ്പിൽ. ബാക്കി ഞാൻ എപ്പോഴും പറയുന്ന ഒരാളല്ല ഇവിടുത്തെ ലീഡർ, ഒത്തിരി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിന് ഒരു ലീഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അത് കൊച്ചരിയച്ഛനെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു വൈബ്രൻ്റ് പേഴ്സണാലിറ്റിയാണ് ഇതിലേക്ക് ഞങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. അച്ഛൻ തന്നെയാണ്, അച്ഛൻ കാരണമാണ് ഞങ്ങളിവിടെ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അവിടെ വെച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ചു. പിന്നെ നവംബർ 21 ലോക മത്സ്യത്തൊഴിലാളി ദിനമായിട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ തന്നെ പ്രഖ്യാപിച്ചിട്ട് അച്ഛനാണ് UN അത് വെച്ചത്. UN-ൻ്റെ ഇത് നേടിയെടുത്ത് 1998 മുതൽ ഈ കഴിഞ്ഞ നവംബർ 21 വരെ ലോക മത്സ്യത്തൊഴിലാളി ദിനം ആചരിക്കുന്നു. ഇപ്പം ഇവിടുത്തെ എല്ലാ പള്ളിയിലും ആചരിച്ചു. പഴയ മത്സ്യത്തൊഴിലാളികളെ എല്ലായിടത്തും തന്നെ ആദരിച്ചു. ഞാനിപ്പം 2 സ്ഥലത്ത് അതിന് ലീഡ് ചെയ്തു സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു യൂണിയൻ ഓഫീസുണ്ട്, കോച്ചേരി മെമ്മോറിയൽ, തോമസ് കോച്ചേരി മെമ്മോറിയൽ യൂണിയൻ. അവിടെ ഞങ്ങൾ നവംബർ 21 ഉദ്ഘാടനം ചെയ്തു. പിന്നെ സ്നേഹാരാമൻ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് അവിടെ. അവർക്ക് എഡ്യൂക്കേഷനിൽ ഒത്തിരി പ്രോഗ്രാം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിൽ അവർ ഒരിത്തിരി ചെയ്തു. അവരാണ്
ആ എഞ്ചിനീയറിംഗ് മേഖലയിൽ ട്യൂഷൻ സെൻറ്റർ ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം അവിടെ വെച്ച് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഉദ്ഘാടനത്തിന് പോയിരുന്നു. ഇതിന് ശരിക്കിപ്പം വേൾഡ് ഫിഷറീസ് ഫോറത്തിൻ്റെ തുടക്കത്തിലെ ജീവിച്ചിരിക്കുന്ന ഇപ്പം ഞാനാണ് ഇവിടെ. പോകാറുണ്ട്. കത്തോലിക്ക സഭയുടെ കീഴിലായിരുന്നു അത്. അപ്പം അത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ആദ്യമൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ആ പേരത്ര ഇഷ്ടപ്പെട്ടില്ല. ലത്തീൻ അതൊരു സമുദായത്തിൻ്റെ പേര് വരുന്നത് എന്ന് പറഞ്ഞാൽ ധീവ്രരുണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, പൂന്തറയിലെ മുസ്ലിംസ് ഉണ്ട്, പെരുമാതുറയിലെ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് എല്ലാം ഉണ്ട്. അപ്പം ഒരു മതത്തിൻ്റെ പേരിൽ ലത്തീൻ കത്തോലിക്ക മത്സ്യത്തൊഴിലാളി നിന്നും പേര് മാറ്റണമെന്നുള്ള ഇത് വന്നു. അതിൻ്റെ പേര് ഡിവിഷനൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ട്. പല പല ഡിവിഷൻസ്. ആ പേര് വേണമെന്ന് കുറച്ച് ഈ പേര് വേണമെന്ന്. അവസാനം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനായിട്ട് മാറി. അങ്ങനെയാണ്. അപ്പോൾ ആ പേര് വരുന്നത് നമുക്ക് ഇതില്ലല്ലോ, സമുദായത്തിൻ്റെ ചിന്ത വരത്തില്ലല്ലോ. സമുദായം ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.